OET റൈറ്റിങ്ങിൽ എപ്പോഴാണ് വാസ് ഡയഗ്നോസ്ഡ് അല്ലെങ്കിൽ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റിന് 2016 ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻ 2016. ഇനി ഒരു എക്സാക്ട് ഡേറ്റ് തന്നിട്ടില്ല, റീസെൻ്റ് ആയിട്ടാണ് അയാൾക്ക് ഈ അസുഖം ഡയഗ്നോസ് ചെയ്തെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ് റീസെൻ്റ്ലി. ഇപ്പം ഞാൻ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റിൻ്റെയും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെയും വ്യത്യാസം കൂടിയാണ് കേട്ടോ. OET ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് എസ്പെഷ്യലി ടെൻസസ്, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് റൈറ്റിങ്ങിന് നല്ല സ്കോർ വാങ്ങിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.